ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 30. സർവേപ്യതേ യജ്ഞവിദോ യജ്ഞക്ഷപിതകൽമഷാഃ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം. വിവർത്തനം. യജ്ഞോദ്ദേശ്യം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ് ഈ യോഗികളെല്ലാം. യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു. ഭാവാർത്ഥം. ഇതുവരെ പല വിധത്തിലുള്ള യജ്ഞങ്ങളെപ്പറ്റി അവധനം കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ തത്വചിന്തനം കൊണ്ടോ യോഗ പരിശീലനത്താലോ നിർവഹിച്ചതാകട്ടെ, വിവരിച്ചതിൽ നിന്ന് അവയുടെ എല്ലാം ലക്ഷ്യം ഇന്ദ്രിയ നിയന്ത്രണമാണ് എന്ന് മനസ്സിലാക്കാം. ഇന്ദ്രിയ സുഖഭോഗ ആസക്തിയത്രേ ഭൗതിക അസ്തിത്വത്തിൻ്റെ മൂലകാരണം. അതുകൊണ്ട് ഇന്ദ്രിയ സന്ദർപ്പണത്തിൽ നിന്ന് ഭിന്നമായ ഒരു നിലയിൽ വർത്തിക്കാത്തിടത്തോളം കാലം സച്ചിദാനന്ദമയമായ സനാതന നിലയിലേക്ക് ഉയർത്തപ്പെടാൻ യാതൊരു നിർവാഹവുമില്ല. ശാശ്വത അന്തരീക്ഷത്തിൽ അഥവാ ബ്രഹ്മ അന്തരീക്ഷത്തിലാണ് ആസ്ഥാനം. മുൻപറഞ്ഞ യജ്ഞങ്ങൾ ഭൗതിക ജീവിതത്തിലെ പാപപ്രതികരണങ്ങളിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൽ പുരോഗമിച്ച ഒരാൾ ഈ ജന്മത്തിൽ സന്തുഷ്ടനും ഐശ്വര്യവാനുമാകുന്നത് കൂടാതെ അവസാനം അവ്യക്തഗത ബ്രഹ്മത്തിൽ ലയിച്ചോ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹവാസം നേടിയോ ശാശ്വതമായ ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ശ്ലോകം 31. ന്യായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യഃ കുരു സത്തമാ. വിവർത്തനം. കുരുശ്രേഷ്ഠ, യജ്ഞമനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോടെ ജീവിക്കാനാവില്ല, പിന്നെയല്ലേ പരലോകത്തിൽ. ഭാവാർത്ഥം. ലോകത്തിൽ ഏതു തരത്തിലുള്ള ഭൗതികാവസ്ഥയിലായിരുന്നാലും ഒരാൾ തൻ്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് അജ്ഞൻ തന്നെ. ഈ ഭൗതിക ലോകത്തിലെ നമ്മുടെ നിലനിൽപ്പ് പാപകൃത്യങ്ങളുടെ പെരുകി വരുന്ന പ്രതികരണങ്ങൾ മൂലമാണ്. അജ്ഞാനമാണ് പാപഭരിതമായ ജീവിതത്തിന് കാരണം. പാപമയമായ ജീവിതമാണ് നമ്മെ ഭൗതിക അസ്തിത്വത്തിൽ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. ഈ കുരുക്കിൽ നിന്ന് വിട്ടുപോകാൻ ഒരു പഴുതേയുള്ളൂ. മനുഷ്യജന്മം, ധർമ്മം, സാമ്പത്തിക മേന്മ, നിയന്ത്രിതമായ ഇന്ദ്രിയ സുഖഭോഗം, അവസാനമായി ക്ലേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടാനുള്ള ഉപായം എന്നിങ്ങനെ വഴികൾ നിർദ്ദേശിച്ചുകൊണ്ട് രക്ഷപ്പെടുവാനുള്ള അവസരം വേദങ്ങൾ നൽകുന്നുണ്ട്. ധർമാചരണവും മുൻപറഞ്ഞ വിവിധ യജ്ഞങ്ങളും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കാനുതകും. യജ്ഞാനുഷ്ഠാനം കൊണ്ട് വേണ്ടത്ര ആഹാരപദാർത്ഥങ്ങളും പാൽ മുതലായവയും ലഭിക്കുന്നതാണ്. ജനപ്പെരുപ്പം ഉണ്ടായിരുന്നാൽ പോലും ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടായാൽ സ്വാഭാവികമായും പിന്നീടുള്ള ആവശ്യം ഇന്ദ്രിയ സുഖമാണ്. അതുകൊണ്ട് നിയന്ത്രിതമായ ഇന്ദ്രിയ പ്രീണനത്തിനായി വേദങ്ങൾ പവിത്രമായ വിവാഹകർമ്മം വിധിച്ചു. അങ്ങനെ ഒരാൾ ക്രമേണ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഭഗവാനുമായുള്ള സമ്പർക്കമാണ് മുക്തിയുടെ പരിപൂർണത. മുമ്പ് വിവരിച്ചതുപോലെ യജ്ഞത്തിലൂടെയത്രേ ഈ പരിപൂർണത കൈവരുന്നത്. വേദാനുസൃതമായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഈ ജന്മത്തിൽ എങ്ങനെ ഒരു സുഖജീവിതം പ്രതീക്ഷിക്കാൻ കഴിയും? അപ്പോൾ പിന്നെ മറ്റൊരു ലോകത്തിലെ വേറൊരു ശരീരം സ്വീകരിച്ചാലത്തെ കഥ പറയണമോ? വ്യത്യസ്തങ്ങളായ ദിവ്യലോകങ്ങളിൽ വ്യത്യസ്ത തോതിലുള്ള ഭൗതിക സുഖങ്ങളുണ്ട്. അവിടെയെല്ലാം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചവർക്ക് അളവറ്റ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും. എങ്കിലും കൃഷ്ണാവബോധ പരിശീലനം വഴി ആധ്യാത്മിക ലോകങ്ങളിലേക്ക് ഉയരുക എന്നതാണ് മനുഷ്യന് സിദ്ധിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദം. ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗമത്രേ കൃഷ്ണാവബോധം.
ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.